നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. RCB അങ്ങനെ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. പഞ്ചാബിനെ അടപടലം പൊട്ടിച്ചുകൊണ്ട് RCB ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ടീം ടു ക്വാളിഫൈ ഫോർ ദ ടോപ്പ് 4 ഈ ഒരു സീസണിൽ. അന്യായമായിട്ടുള്ള ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ബാറ്റിംഗിലായാലും ശരി, ബോളിംഗിലായാലും ശരി, വേറെ ലെവൽ പെർഫോമൻസ് RCBയുടെ സൈഡിൽ നിന്ന്. പഞ്ചാബ് ആ ഒരു ലോസിങ് സ്ട്രീക്കിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധിച്ചിട്ടില്ല ഒരു രീതിയിലും. ഒരു ചലഞ്ചിങ് ആയിട്ട് RCB ബാറ്റ് ചെയ്തപ്പോൾ, ബോൾ ചെയ്തപ്പോഴാലും ശരി, തിരിച്ച് ബാറ്റ് ചെയ്തപ്പോഴാലും ശരി, പഞ്ചാബിന് ആ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പഴയ പഞ്ചാബിൻ്റെ ഒരു നിഴൽ പോലുമായിട്ട് മാറാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു തോൽവിയായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു തോൽവി തോന്നുന്നത്. RCB വളരെ ഭംഗിയായിട്ട് തന്നെ ഈ മാച്ച് കളിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും RCB മുന്നിൽ തന്നെ നിന്നു എന്നുള്ളതാണ്. ബ്രോ, അങ്ങനെ RCB ക്വാളിഫൈ ആയിരിക്കുകയാണ് ഈ സീസണിൽ. വെൽക്കം അരുൺ ബ്രോ. അതെ 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 എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. കളിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ടീം ടു ക്വാളിഫൈ ഫോർ ദി സീസൺ അങ്ങനെ RCB ആയി കഴിഞ്ഞു. ഈ കളി ജയിച്ചതുകൊണ്ട് മറ്റൊരു പ്രയോജനം കൂടെയുണ്ട്. ഹൈ ചാൻസ് ഓഫ് ഫിനിഷിങ് ഇൻ ടേബിൾ 2 ടോപ്പ് 2 എന്നുള്ളതും RCBയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ടാണ്. അപ്പുറത്ത് GTയെ സംബന്ധിച്ച് ഒട്ടും സുഗമം അല്ല കാര്യങ്ങൾ. ഇനിയും GTക്ക് മറ്റുള്ള കളികളുടെ റിസൾട്ടൂടെ പഞ്ചാബ് കാത്തിരിക്കേണ്ടി വരും. പഞ്ചാബിന് ബാക്കിയുള്ള ടീംസിൻ്റെ കളിയുടെ റിസൾട്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനിയും പഞ്ചാബ് ക്വാളിഫൈ ആകുമോ ഇല്ലയോ എന്നുള്ളൊരു അവസ്ഥ. 6 കളികൾ അടുപ്പിച്ച് ജയിക്കുകയും പിന്നെ ഒരു കളി മഴ കാരണം ഇല്ലാതാകുകയും അതിനുശേഷമുള്ള 6 കളി കണ്ടിന്യൂസ്ലി തോറ്റിട്ടുമാണ് ഈ പഞ്ചാബിൻ്റെ യാത്ര. അത് ഇനി എത്രത്തോളം മുമ്പോട്ട് പോകും എന്ന് കണ്ടു തന്നെ അറിയണം. ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പോയിന്റിൽ എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ ഒരു പെർഫോമൻസും ഇന്നത്തെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ദേ ഡോണ്ട് ഡിസേർവ് എന്നുള്ളത് തന്നെയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴേ ഇവർ ഈ ഒരു ടീമിന് എത്രത്തോളം ടോപ്പ് 4 കയറി കഴിഞ്ഞാൽ തന്നെ മറ്റു ടീമുകൾക്ക് ഒരു ചലഞ്ച് ആവാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടീമിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ. പിന്നെന്താ? പ്ലേയിങ് 11 എനിക്ക് ഇന്നലെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒന്ന് ഷെപ്പേർഡിനെ കളിപ്പിക്കുന്ന കാര്യം, അതുപോലെ തന്നെ ബ്രാറിനെ കളിപ്പിക്കുന്ന കാര്യം, രണ്ട് കാര്യങ്ങൾ ഞാൻ പറയണ്ടായി. സോ കമന്റ് ബോക്സിൽ ഒരുപാട് ആ ഒരു ഡിസ്കഷൻ ടോപ്പിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോകണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഷെപ്പേർഡിനെ ഇന്ന് അവർ കളിപ്പിച്ചു. അത് നമ്മുടെ രജത് പട്ടീദാർ ഇല്ലാത്തതുകൊണ്ടല്ല, രജത് പട്ടീദാറിന് പകരം നമ്മുടെ വെങ്കടേഷ് അയ്യർ കളിച്ചു. ഷെപ്പേർഡ് ഇന്ന് അവരുടെ പ്ലേയിങ് 11 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. ഷെപ്പേർഡ് എന്തുകൊണ്ട് കളിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ഷെപ്പേർഡ് ആസ് എ ഫിനിഷറെ കളിക്കണമെന്ന് പറഞ്ഞ്. ഈ ഒരു ഇന്നിപ്പോൾ വെങ്കടേഷ് അയ്യർ കളിച്ചത് രജത് പട്ടീറിന് പകരമാണ്. ആ ഒരു റോളിൽ അത് ഭംഗിയായിട്ട് തന്നെ നിന്ന് നിർവഹിച്ചു. സൂപ്പർബായിട്ട് ബാറ്റ് ചെയ്തു. ആ ഒരു റോള് പെർഫെക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ വെങ്കടേഷ് അയ്യർ നമ്മുടെ പടിക്കലിൻ്റെ ബാക്കപ്പായിട്ടാണ് ടീമിലുള്ളത്. ഇൻ കേസ് രജത് പട്ടീദർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ ഉപയോഗിക്കാന്നല്ലാതെ ഷെപ്പേർഡിന് പകരം നമ്മുടെ വെങ്കടേഷ് അയ്യർ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ അത് വർക്കൗട്ട് ആവോ എന്നുള്ളൊരു ഡൗട്ട് പറഞ്ഞത്. പിന്നെ ബ്രാർ കളിക്കും എന്നുള്ള കാര്യം പറഞ്ഞതിനകത്തും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇന്നൊരു ഉച്ചക്കത്തെ ഒരു മാച്ച് ആയതുകൊണ്ട് ബ്രാർ കളിക്കും എന്നുള്ളത്. സോ അതും കറക്റ്റായിട്ട് തന്നെ വന്നു. സോ ഞാനതൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്തെന്നേ ഉള്ളൂ. ഇന്നത്തെ ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർബായിട്ടുള്ളൊരു ഇന്നിങ്സ് ബ്രോ. വെങ്കടേഷ് അയ്യർ എങ്ങനെ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ഒരു 10 ഓവർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് റൺസ് കയറ്റി എന്നുള്ളത് RCBയുടെ ഈ ഒരു 222 എന്ന് പറഞ്ഞ സ്കോറിൽ വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഒന്ന് ഇടയ്ക്കൊന്ന് സ്റ്റാർട്ടിങ് ഒന്ന് സ്ലോ ആയെങ്കിൽ പോലും. അതെ, സ്റ്റാർട്ടിങ്ങിൽ 10 പന്തോ 11 പന്തിലും കൊണ്ട് 9 റണ്ണോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് പുള്ളി ടേക്ക് ഓൺ ചെയ്തതാണ്. ഈ പറയുന്ന പോലെ ഇത്രയും നാളും RCBയുടെ പ്രശ്നം എന്ന് പറയുന്നത് മിഡിൽ ഓർഡറിൽ കളി നിൽക്കുന്നില്ല, ടോപ്പ് ഓർഡറിൽ നിന്ന് ഡയറക്റ്റ് ഫിനിഷേഴ്സിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ കളി എടുത്ത് നോക്കുകയാണെങ്കിൽ മിഡിൽ ഓർഡറിൽ മാത്രമേ കളി നിന്നുള്ളൂ. അതൊരു ഫിനിഷേഴ്സിൻ്റെ കയ്യിലോട്ട് കളി എത്തിയില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് ഇന്ന് വിജയമായതുകൊണ്ട് പ്ലസ് ആയിട്ടിരിക്കുന്നു. പക്ഷേ അത് മൈനസ് ആവാനുള്ള തീർച്ചയായിട്ടും സാധ്യത മൈനസ് ആണ്. ഉണ്ടായേനെ. അതെ, അതൊരു തീർച്ചയായിട്ടും മൈനസ് മൈനസ് ആവാനുള്ള ആണ്. സാധ്യത ഉണ്ടായേനെ. എനിക്ക് രണ്ടാമതായിട്ട് ഇതിനകത്തിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ തോന്നിയത് ബത്തലിൻ്റെ പുവർ റണ്ണ്. കാരണം ഈ ബത്തൽ ഈ ഇന്ത്യക്കെതിരെ 105 അടിച്ച കളി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വർഷം 17 ഇന്നിങ്സിൽ നിന്ന് ആവറേജ് എന്ന് പറയുന്നത് 17ആണ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അതെ, 130, 122. മനസ്സിലായി. അപ്പം ത്രൂ ഔട്ട് ഞാൻ ഇപ്പോൾ ഈ IPL മാത്രമാണോ ഡ്രൗട്ട് എന്ന് നോക്കിയപ്പോൾ ഫുൾ സ്റ്റാറ്റ് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വർഷമേ ഇങ്ങനെയാണ്. ആ 105 എന്നുള്ളൊരു ഇന്നിങ്സ് മാറ്റി നിർത്തിയ ആ 105 കൂടി ഇൻക്ലൂഡ് ചെയ്താലും ആവറേജ് 22ഉം സ്ട്രൈക്ക് റേറ്റ് 138 ആകത്തുള്ളൂ. അപ്പോൾ ബത്തൽ അത്ര ടച്ചിലല്ല എന്നുള്ളത് RCBയെ സംബന്ധിച്ച് വലിയൊരു വറിയിങ് ആണ്. പക്ഷേ ക്വാളിഫിക്കേഷനിലോട്ട് വരുമ്പോഴത്തേക്കിന് സോൾട്ട് തിരിച്ച് വരും എന്നുള്ളത് കൊണ്ട് അത് എത്രത്തോളം പ്രശ്നമാകും എന്നെനിക്ക് അറിയില്ല. പിന്നെ എടുത്തു അതെ, പറയേണ്ടത് എവർ കൺസിസ്റ്റൻറ്റ് വിരാട് കോഹ്ലി 9ാമത്തെ വിരാട് കോഹ്ലി. തവണയാണ് 500+ IPLൽ സ്കോർ ചെയ്യുന്നത്.
അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ T20 ഏറ്റവും കൂടുതൽ 50+ പാർട്ണർഷിപ്പ് സ്റ്റിച്ച് ചെയ്തതിൽ ഒരാളായിട്ട് മാറിക്കഴിഞ്ഞു വിരാട് കോഹ്ലി വിരാട് കോഹ്ലി. ഈ ഇന്നിങ്സിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 50+ സ്കോറാണ്, പാർട്ട്ണർഷിപ്പാണ് വന്നത്. ഒന്ന് ആ, പടിക്കലും കോഹ്ലിയായിട്ട്, 2 അയ്യറും കോഹ്ലിയായിട്ട്, 3 ടിം ഡേവിഡും ആ, വെങ്കടേശ്വരുമായിട്ട്. അപ്പോൾ വെങ്കടേഷ് അത്രയും അയ്യർ. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മിഡിൽ ഓർഡർ എനിക്ക് തോന്നി ഇപ്പോഴാണ് ബാംഗ്ലൂർ ഒന്ന് സെറ്റായത്. ബോളിങ്ങിനെ സംബന്ധിച്ച് ഉം. നോക്കുകയാണെങ്കിൽ ഹർപ്രീത് ബാറിൻ്റെ ഒരു അഡീഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും രണ്ട് പേരുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നന്നായിട്ട് ബോൾ എറിഞ്ഞു എന്ന് തന്നെ വേണം ഹർപ്രീത് ബാർ പറഞ്ഞത്. ബ്രാർ നന്നായിട്ട് പറഞ്ഞു. രണ്ട് ക്രൂഷ്യൽ ബ്രേക്ക് ത്രൂസ് ബ്രാറിനെ കൊണ്ട് കൊടുക്കാൻ പറ്റി. ഒന്ന് ബെത്തനിലെ ബോൾഡും, ഒന്ന് കത്തി നിന്ന പടിക്കലിനെ കവേഴ്സിൽ ക്യാച്ചും എന്നുള്ള രീതിയിൽ ഔട്ടാക്കിയാൽ ബ്രാറിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതായിരുന്നു. മറ്റൊരു സൈഡിൽ ചഹൽ എക്സ്പെൻസീവായി. ചഹലിനെ കൊണ്ട് 3 ഓവറെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. അത് വേറെ ഒന്നുമില്ല, ആ ഗ്രൗണ്ടിൽ സ്പിന്നേഴ്സിൻ്റെ എക്കോണമി തന്നെ ആവറേജ് ഇതുവരെ ഉള്ളതിൽ 12.5 അപ്പോൾ അതിൽ കുറഞ്ഞ് എന്തെറിഞ്ഞാലും നല്ലത് എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഒരു ചിന്താഗതി. ഇപ്പോൾ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് താഴെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ദേ ഹാവ് ഡൺ എ റീസെൻറ്റ് ജോബ്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ആ ഒരു ഗ്രൗണ്ടിൽ വിജയകുമാർ വൈശാഖ് എന്ന് പറഞ്ഞൊരു ബോളറിന് നല്ലൊരു അഡീഷനാണ് ആ സ്കിഡി സർഫസസിൽ. അവരെന്താണ് പുള്ളിയെ കളിപ്പിക്കാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അവിടെ വിജയകുമാർ വൈശാഖ് എന്ത് ചെയ്യുന്നു അതാണ് ഇവിടെ റസിഖ്ദാർ ചെയ്യുന്നത്. അതെ. മനസ്സിലായി. റസിഖ്ദാർ ഇന്ന് 2 4 പുള്ളിയുടെ മിസ്ഫീൽഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ദ ഫിഗേഴ്സ് കുഡ് ഹാവ് ബീൻ ഈവർ മോർ ബെറ്റർ. മനസ്സിലായി. അത് അവിടെ അതെ. കിട്ടിയേനേമായിരുന്നു, ഒന്നാമത് എനിക്ക് തോന്നിയ കാര്യം. തീർച്ചയായിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം, തീർച്ചയായിട്ടും. ഇവർ ഇമ്പാക്ട് സബിനെ കൊണ്ടുവന്ന 18ാമത്തെ ഓവറിലാണ്. ഒരു 14ാമത്തെ ഓവർ എത്തിയപ്പോഴത്തേക്കും തന്നെ ചഹലിനെ പിന്നെ റീച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നു ഉം. എങ്കിൽ സ്റ്റോണിസിനെ അപ്പോഴേ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോണിസിന് 1 2 ഓവർ കൊടുക്കാൻ പറ്റിയേനേമായിരുന്നു അതെ. എന്നെനിക്ക് ഒരു സംശയം തീർച്ചയായിട്ടും. തോന്നി. അത് എന്താണ് അവരങ്ങനെ ചിന്തിക്കാഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇല്ല, അപ്പാർട്ട് ഫ്രം ദാറ്റ്, അവരുടെ ടീം സെലക്ഷനിൽ ഫെർഗൂസനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട്. ഇവര് ഓൾറെഡി ഫെർഗൂസിനെ പരീക്ഷിക്കും, അടികൊള്ളും. വീണ്ടും ബ്രാത്ലറ്റിനെ പരീക്ഷിക്കും, അടികൊള്ളും. ഫെർഗൂസിനെ പരീക്ഷിക്കും, അടികൊള്ളും. ഇത് തന്നെയാണ്. എങ്കിൽ പിന്നെ ബ്രാത്ലറ്റ് ആണെങ്കിൽ കുറച്ച് ബാറ്റ് ചെയ്തും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ മാച്ചിലും കോൺട്രിബ്യൂട്ട് ചെയ്താണല്ലോ. പിന്നെ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നതായിരുന്നു നല്ലത്. ആ ഒരു ഏരിയയിൽ ചേഞ്ചിന്റെ ആവശ്യമില്ലായിരുന്നു. യാൻസനെ പുറത്തിരുത്തി എന്നുള്ളൊരു നല്ല കാര്യം. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ബ്രാറിനെ കളിപ്പിച്ചത് നല്ല കാര്യം. പക്ഷേ ചഹലിനെ അവർക്ക് പുറത്തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചഹലിനെ പുറത്തിരുത്താമായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. എന്നിട്ട് വൈശാഖ് വിജയകുമാറിനെ കളിപ്പിക്കായിരുന്നു. പക്ഷെ ആ ഒരു ബോൾഡ് ടേക്ക് എടുക്കാനായിട്ട് അവർ തയ്യാറായില്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യം പറഞ്ഞിരുന്നു, പ്രഭ്സിമ്രാൻ സിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ പലരും ചോദിച്ചിരുന്നു എന്തുകൊണ്ട് പ്രഭ്സിമ്രാൻ സിംഗിനെ മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഇന്നും സെയിം ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ പുള്ളിയുടെ വീക്ക്നെസ്സിൽ തന്നെ ഇന്നും ഭുവനേശ്വർ കുമാർ എടുത്തു. റൺ അടിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ റൺ അടിച്ച ആദ്യം സീസൺ ഈ പഞ്ചാബ് പെർഫോം ചെയ്തിരുന്ന സമയത്ത് കുറച്ച് ഇന്നിങ്സ് കളിച്ചതല്ലാതെ പിന്നീട് ഇങ്ങോട്ട് ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് കളിക്കാനേ ഈ സാധിച്ചില്ല. വറിയിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഔട്ട് ആവുന്നത് സെയിം പാറ്റേണിലാണ്. ഇപ്പോൾ പ്രിയൻചാരിയെ സംബന്ധിച്ചാണെങ്കിൽ 4th 5th സ്റ്റമ്പിൽ ഷോർട്ട് ബോൾ എറിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ഔട്ടാവുക. അങ്ങനെയാണ് ഇന്നും ഔട്ടായിരിക്കുന്നത്. പ്രഭ്സിമ്രൻ്റെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള പ്രഭ്സിമ്രനെ ഔട്ടാക്കുന്ന ഇങ്ങനെ ബോൾ മൂവിങ് എവേ എന്നുണ്ടെങ്കിൽ സ്ലിപ്പിലോ അല്ലെങ്കിൽ കീപ്പർ ക്യാച്ചിലോ ഔട്ടാവും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയോ കളി അങ്ങനെ വന്നിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ശ്രേയസ് അയ്യറും. ശ്രേയസ് അയ്യർ കഴിഞ്ഞ വർഷം പഞ്ചാബും ബാംഗ്ലൂരുമായിട്ട് ആദ്യമായിട്ട് ഏറ്റുമുട്ടിയപ്പം 4th 5th സ്റ്റമ്പിൽ സെയിം ലെങ്തിലാണ് ഹേസൽവുഡ് ഔട്ടാക്കിയത്. അതിനുശേഷം ക്വാളിഫയർ ഫസ്റ്റ് ക്വാളിഫയറിലേക്ക് വന്നപ്പോഴത്തേക്കിന് ആ സെയിം ബോളിൽ തന്നെയാണ് 4th 5th സ്റ്റമ്പിൽ ഷോർട്ട് ബോളിലാണ് ശ്രേയസ് അയ്യരെ ഹേസൽവുഡ് എടുത്തത്. പക്ഷേ ഫൈനലിലേക്ക് വന്നപ്പം ഹേസൽവുഡിൻ്റെ സ്പെല്ല് കഴിഞ്ഞു അപ്പോഴത്തേക്കിന്. അപ്പോൾ റൊമാരിയോ ഷെപ്പേർഡിനെ കൊണ്ടുവന്ന് ഈ സെയിം ബോൾ സെയിം ലെങ്തിൽ എറിഞ്ഞിട്ടാണ് അന്നും അയ്യർ എടുത്തിരിക്കുന്നത്. ഇന്ന് റസിഖ്ദാർ സെയിം ലൈൻ സെയിം ലെങ്ത് എറിഞ്ഞാണ് അയ്യരെയും എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ പാറ്റേൺ തുടരുന്നു എന്നുള്ളതാണ് അവരുടെ വെറിയിങ് ആക്കേണ്ട ഫാക്ടർ. പിന്നെ പക്ഷെ പ്രഭ്സിമ്രൻ ആദ്യമേ ഫയർ ആയിരുന്നെന്നുണ്ടെങ്കിലും അതിനുശേഷം ഇങ്ങോട്ടൊരു പൂവർ റൺ, ഒരു 4 ഇന്നിങ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 50 ഉള്ളൂ, അത് 36 പന്തിൽ. ബാക്കിയെല്ലാം ഒരു 20 താഴെയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇല്ല, ടീമിനെ കഴിഞ്ഞ കളി ടോട്ടലി പോലും നിൽക്കുന്നത്. 2 ലൈഫ് കിട്ടിയിരുന്നു. കളിച്ച കളിയിൽ തന്നെ ഇതേ സെയിം ഫസ്റ്റ് വിക്കറ്റ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടാണ് സെയിം ഒരു ലൈഫ് കിട്ടി. ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നീട് വീണ്ടും ഒരു ലൈഫ് കിട്ടി, വീണ്ടും ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പ്രഭ്സിമ്രാൻ കഴിഞ്ഞ മാച്ചിൽ പോലും റൺ അടിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു. പിന്നെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഡൗൺ ആണ് ടീം. ഈ ഒരു ബോൾഡായിട്ടുള്ള ഇപ്പോൾ ചഹലിനെ പുറത്തിരുത്തി കളിപ്പിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ പ്രഭ്സിമ്രാനെ പുറത്തിരിക്കുന്ന കാര്യമോ അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു സ്റ്റേജിലല്ല എന്നാണ് ആ ടീം മൊത്തത്തിൽ അവരുടെ മൊറൽ ഡൗൺ ആണ് എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ അവിടെ അത് ശരിക്കും പറഞ്ഞിട്ടായിരിക്കും ഒരു എക്സ്പീരിയൻസ് ലാക്ക് ചെയ്യുന്നുണ്ട്. അത് ബാറ്റിങ്ങിലാണെന്നുണ്ടെങ്കിലും ബൗളിങ്ങിലാണെന്നുണ്ടെങ്കിലും. അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ് ഇല്ല ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ.
ആ മിഡിൽ ഓർഡറിൽ നിന്ന് സ്റ്റോണിസിനെയും ശ്രേയസേനെയും എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ബെഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സ് ആണ്. മനസ്സിലായി, അവർ ഈ ഡൊമസ്റ്റിക്സ് മാത്രം കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബെഞ്ച് ഓഫ് യങ്സ്റ്റേഴ്സ് ആണ്. അവർ ഇങ്ങനൊരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. പിൽക്കാലത്തോട് നോക്കിയാലും അറിയാം, പഞ്ചാബ് ഇങ്ങനെ മസ്റ്റ് ആയിട്ടുള്ള ഗെയിംസിൽ തോറ്റിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ക്വാളിഫയർ വന്ന് തോറ്റു, അതേകൂട്ട് തന്നെ ഫൈനലിൽ തോറ്റു. ഫൈനലൊക്കെ ജയിക്കാവുന്നതേ ഉള്ളായിരുന്നു സത്യം പറയാം, 190. അതേകൂട്ട് തന്നെ ഇപ്പോഴും ഒരു ലൂസിങ് സ്ട്രീക്കിലോട്ട് വന്നിട്ട് അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അത് ആ പ്രഷറാണ് ഒരു വലിയൊരു കാര്യം. അല്ല, ഈ 222 എന്ന് പറഞ്ഞ സ്കോർ തന്നെ അവരുടെ ഒരു കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായ സ്കോറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, വളരെ ലൂസ് ബോളിങ്ങിന്റെ ലൈൻസ്, പ്രത്യേകിച്ച് ഫർഗൂസൺ എറിഞ്ഞ ലൈന്, ചാഹർ എറിഞ്ഞു കൊടുത്ത് ഇപ്പോൾ അടിക്കുന്നതാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ പടിക്കൽ കളിച്ചപ്പോൾ ചാഹൽ എറിഞ്ഞു കൊടുത്ത ബോൾസ്, സ്ലോട്ടിൽ എറിഞ്ഞു കൊടുത്ത 2 ബോൾ. അതുപോലെ തന്നെ വെങ്കടേഷ് അയ്യർ രണ്ടെണ്ണം ചാഹലിനെ അടിച്ചപ്പോൾ അതും സ്ലോട്ടിൽ, അതും ലെഗ് സൈഡിലേക്ക് എറിഞ്ഞു കൊടുത്ത 2 ബോൾസ്. അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ ബ്രാർ ലോഫ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത ബോൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ നിന്ന് ബോളിങ്ങിൽ ലൈൻ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് ഇപ്പോൾ ഫീൽഡിങ്ങിൽ ഇവരുടെ ക്യാച്ചസ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് വെങ്കടേഷ് അയ്യർ ശരിക്കും പറഞ്ഞാൽ ആദ്യം സ്ട്രഗിൾ ചെയ്തു, നല്ല രീതിയിൽ റണ്ണ് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് അർഷ്ദീപ് സിംഗിന്റെ കയ്യിൽ നിന്ന് പറഞ്ഞ ഊരി പോകുന്നത് ഒരു ബൗണ്ടറി. ആ ബൗണ്ടറി പോയതോടുകൂടിയാണ് അത്. ആ സമയത്ത് വെങ്കടേഷ് അയ്യർ 14 ബോളിൽ 15 റൺസാണ്. ആ രീതിയിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് ഒരു ബൗണ്ടറി ഊരി കൊടുക്കുന്നത്. അതോടെ ആ പ്രഷർ റിലീസായി. ആ ബൗണ്ടറിക്ക് ശേഷം വെങ്കടേഷ് അയ്യർ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ കുറച്ച് സ്ലോ ആവുന്ന ഏറ്റവും അവസാനം മാത്രമാണ്. സോ ഇവരുടെ ഫീൽഡിങ്ങിലും ബോളിങ്ങിലും അവർ വരുത്തിയ മിസ്റ്റേക്സ്, ഒരു മസ്റ്റ് വിൻ മാച്ചിൽ അവർ 100% കൊടുക്കേണ്ട ഒരു മാച്ചിൽ അവർ എങ്ങനെ പെർഫോം ചെയ്യണോ ആ രീതിയിൽ ഇവർ പെർഫോം ചെയ്തില്ല ഇന്ന്. ഇവരുടെ ബോളിങ്ങിൽ തന്നെ ഒരു 200, 210 എന്തായാലും പിടിക്കാൻ പറ്റുന്ന, ഇവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് ഒഴിവാക്കിയിരുന്നുണ്ടെങ്കിൽ 210 സുഖമായിട്ട് പിടിക്കാൻ പറ്റിയേനെ. അങ്ങനെ അതെ, ഇപ്പം പിടിക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ വേറെ ഡിഫറെൻറ്റ് സിനാരിയോ ആയേനെ ചേസിങ്. അതെ അതെ അതെ. ഇപ്പം ബാംഗ്ലൂരെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവരൊരു ഫുൾ ഹാർട്ടഡ് ആയിട്ടല്ല ഈ കളി കളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ 222 അടിച്ചിട്ട് പോലും അവരടിക്കുന്നുണ്ടോ, പല ടേക്ക് ഡൗൺ ചെയ്യേണ്ട ബോൾസ് അല്ലെ പല ടേക്ക് ഡൗൺ ചെയ്യേണ്ട ഓവേഴ്സ് അവരൊന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അവർ 222 എന്നുള്ള സ്കോർ കാണുമ്പോഴാണ് ഇത്ര അടിച്ചോ എന്ന് തോന്നുന്നത്. ലൈവായിട്ട് കളി കണ്ടു കഴിഞ്ഞാൽ ഇവരെന്ത് ഈ അടിക്കാത്തത്, ഇവരെന്താ അറ്റാക്ക് ചെയ്യാത്തത് ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. അതേകൂട്ട് തന്നെ ഫീൽഡിങ്ങിലേക്ക് വരുമ്പോൾ പോലും ബാംഗ്ലൂർ ഇന്ന് ഒരു സിറ്റർ ഡ്രോപ്പ് ചെയ്തു, ബെത്തൽ. അതേകൂട്ട് തന്നെ ഒരുപാട് കട്ട് ഡൗൺ ചെയ്യേണ്ട ബൗണ്ടറീസ് ബാംഗ്ലൂർ കട്ട് ഡൗൺ ചെയ്തില്ല. അവർ ചുമ്മാ ഒരു ചില്ലാക്സ് ആയിട്ട് വന്നൊരു കളി, ഓക്കെ ഇവിടെ വന്നതല്ലേ ഒരു കളി കളിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അവർ ഔട്ട് ഫീൽഡിങ് ഇന്ന് കണ്ടിരുന്നത്. അത്ര വലിയ സ്ട്രെസ്ഡ് അല്ലായിരുന്നു. ഇപ്പോൾ ഒരു ബൗണ്ടറി പോയി കോഹ്ലിക്ക് ഡൈവ് ചെയ്താൽ ഫീൽഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, അത് ചെയ്തില്ല. പക്ഷേ തൊട്ടടുത്ത ബോൾ അത് വഴി പോയപ്പോൾ കോഹ്ലി ഡൈവ് ചെയ്ത് അത് ഫീൽഡ് ചെയ്തു. അതൊരു ഇഞ്ചുറിയിലേക്ക് മാറിയെന്നും തോന്നുന്നു, കൈ എന്തോ തട്ടിയോ എന്നും തോന്നുന്നു. അല്ല, അടിപൊളിയായിട്ട് അത് ഫീൽഡ് ക്യാച്ച് ചെയ്തു എടുത്തപ്പോഴാണ്. കോഹ്ലി. അതെ, അപ്പം ആ ഒരു അതുകൊണ്ട് അവസാനം അത്ലറ്റിസിസം ഭയങ്കരമാണ് പുള്ളി. ആ ഒരു ബൗണ്ടറിയിൽ ഫീൽഡ് ചെയ്ത രണ്ട് ഫീൽഡിങ്, അത് രണ്ടും അന്യായമായിരുന്നു. അത് ബാംഗ്ലൂരിന്റെ അതൊക്കെ ശരിക്കും ബൗണ്ടറി റൈഡേഴ്സ് മോട്ടിവേറ്റിംഗ് എന്ന് ആണ്. വെച്ചാൽ ടോട്ടലി അടിപൊളിയാണ്. ഒരു സൈഡ് കോഹ്ലി, ഒരു സൈഡ് ടിം ഡേവിഡ്, മറ്റിടത്താണെങ്കിൽ ബത്തൽ, ഇപ്പുറത്താണെങ്കിൽ കൃണാൽ പാണ്ഡ്യ. മനസ്സിലായി, അതെ. പോയിന്റിലാണെങ്കിൽ അല്ല, പടിക്കല്. പുള്ളി തന്നെ ആ രീതിയിൽ ഫീൽഡ് ചെയ്യുമ്പോഴത്തേക്ക് മറ്റ് യങ്സ്റ്റേഴ്സ് അതിന്റെ അപ്പുറം ചെയ്തത് കൂടെ പിടിച്ചല്ലേ പറ്റത്തുള്ളൂ. അതായത് ഏറ്റവും അതെ സീനിയർ ആയിട്ടുള്ള പുള്ളി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ പിടിച്ചേ പറ്റും. സോ അത് ശരിക്കും ഒരു ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഒരാൾ. ബോയ് പറഞ്ഞതിനകത്ത് ഡാഡിയാണല്ലോ ഇവരുടെ ബാറ്റിങ്ങിൽ, RCBയുടെ ബാറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ വിരാട് കോഹ്ലി ഒന്ന് ചെറുതായിട്ട്, ആ വിരാട് കോഹ്ലിയും വെങ്കടേഷ് അയ്യറും പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് സ്ലോ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇവർ റണ്ണ് ശരിക്കും പഞ്ചാബ് കൊടുത്ത റൺസാണ് ഇവർക്ക് ആ മിഡിൽ ഓവേഴ്സിൽ സ്റ്റാർട്ടിങ് എല്ലാം ഇട്ട് കൊടുത്ത് അടി വാങ്ങിച്ചാണ്. പിന്നീട് അവസാനം വന്നിട്ടും ലാസ്റ്റ് 10 ബോൾസിൽ വെങ്കടേഷ് അയ്യർ അടിക്കുന്നത് 14 റൺസാണ്. സോ ഈ ഒരു പോയിന്റാണ് എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയാനായിട്ടുള്ളത്. വെങ്കടേഷ് അയ്യറിന്റെ ലാസ്റ്റ് 10 ബോൾസിൽ 14 റൺസ് വെങ്കടേഷ് അയ്യർ അടിക്കുന്നുള്ളൂ. അവിടെ ഒരു ഫിനിഷർ ആയിരുന്നുണ്ടെങ്കിൽ ആ 14 റൺസ് അല്ല വരേണ്ടത്. സോ ദാറ്റ്സ് വൈ എനിക്ക് ഇനിയുള്ള മാച്ചുകൾ എന്തായാലും വെങ്കടേഷ് അയ്യർ പെർഫോം ചെയ്തതുകൊണ്ട് വെങ്കടേഷ് അയ്യർ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പടിക്കൽ, പടിദർ പ്ലസ് വെങ്കടേഷ് അയ്യർ എന്നുള്ളതിലാണ് എനിക്ക് പ്രോബ്ലം. അതിലും ബെറ്റർ ഒരു ഫിനിഷർ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, RCB അത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അതിലും ബെറ്റർ ഒരു ഫിനിഷർ താഴെ കിടക്കുന്നതാണ്. ഫിനിഷർ ഈസ് എ ഫിനിഷർ. അതിപ്പോൾ ഫോം ഔട്ട് ആയാലും തീർച്ചയായിട്ടും. ഫോം ഔട്ട് അല്ലെങ്കിൽ അതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, നമുക്കിനി തിരിച്ച് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. RCBയുടെ ബോളിങ്ങിലേക്ക് വരാം. ഓ അവരാണ് ശരിക്കും കളി തിരിച്ചത്. ഭുവനേശ്വർ കുമാർ ആൻഡ് ഹേസൽവുഡ് ആൻഡ് റസിക്ദാർ 3 പേരും അന്യായം. ഈ 3 പേരും കൂടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ചും ഭുവനേശ്വർ കുമാർ എയർലി ഓൺ സ്ട്രൈക്ക് ചെയ്യുന്നു, സെക്കൻഡ് ഓവർ ഇനി ഒന്ന് വീണ്ടും ഇത് സ്ട്രൈക്ക് ചെയ്യുന്നു. അവിടെ ഈ പറഞ്ഞൊരു ധർമ്മശാലയിൽ രണ്ടാമത്തെ എറിഞ്ഞ് പിടിക്കുക, ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അവിടെ 222 അത്യാവശ്യം ഈസിലി ചേസബിൾ ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇവരൊന്ന് അറ്റാക്ക് ചെയ്ത് തുടങ്ങി, സ്റ്റോണിസും ശശാങ്കൂടെ. മനസ്സിലായി, അപ്പോൾ ഒരു ഓവർ ആവറേജ് മിനിമം അടിക്കുന്ന 20 റണ്ണാണ്.
മനസ്സിലായി? അത്ര ഈസിലി അവിടെ ബൗണ്ടറി കണ്ടെത്താൻ പറ്റും. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് സിക്സസും ഫോഴ്സും ബൗണ്ടറീസും ഒക്കെ ഫോറിനെക്കാട്ടിലും എളുപ്പത്തിൽ സിക്സസ് കിട്ടും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് 222 അവിടെ ഒരു അൺചേസബിൾ ആയിട്ടുള്ള ടോട്ടൽ അല്ല പഞ്ചാബിനെ സംബന്ധിച്ച്. അല്ല അത് ഇടയ്ക്കൊരു ഇൻറ്റൻറ്റ് കണ്ടപ്പോൾ നമ്മൾ കണ്ടോ, ഇടയ്ക്കൊരു 3 ഓവർ 48 റൺ ഒറ്റ അടിച്ചു. പക്ഷെ പിന്നെ വിക്കറ്റ് അതെ പോട്ടെ, അതെ ഇവർക്ക് ആദ്യമേ വിക്കറ്റ് പോയതാണ് ഇവരെ ഇത്രയും പ്രശ്നത്തിലാക്കിയത്. അതിന് ഭുവനേശ്വർ കുമാർ എങ്ങനെ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ 18 വർഷവും അല്ലെന്നുണ്ടെങ്കിൽ ബോൾ ബൈ ബോൾ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭുവനേശ്വർ കുമാർ ഇന്ന് അടിപൊളി സപ്പോർട്ടാണ് ഹെയ്സൽവുഡും റസിക്ദാറും കൊടുത്തത്. ശ്രീധരൻ കൊടുത്തു. അതെ അതെ എന്നാൽ ഇവിടെ സുയാഷി ശർമ്മ ഇച്ചിരി ടച്ച് ചേസബിൾ എക്സ്പെൻസീവ് ആണെങ്കിലും ആണെന്നുള്ളതിന്റെ വേറൊരു തെളിവാണ് നമ്മൾ അവസാനം ഒരു 16 ഓവർ ആയപ്പോഴത്തേക്ക് 15 റൺസ് പെർ ഓവർ വരെ എത്തിയവര്. സ്റ്റോയിനിസും ശശാങ്കും 2 സെറ്റ് ബാറ്റേഴ്സാണ് നിൽക്കുന്നത്. ആ സ്റ്റോയിനിസിന് ആ ഒരു ഫുൾ ടോസ് കൺവേർട്ട്, അത് 6 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ നേരെ തിരിഞ്ഞാണ് കളി. അവിടെ ഫസ്റ്റ് ബോളിൽ ഒരു 6 വന്നു കഴിഞ്ഞാൽ സോണിസും രണ്ടുപേരും സെറ്റായിട്ടുള്ള വേഷം, പിന്നെ അസമത്തുള്ള ഒമർസായി വന്ന് സെറ്റാവാൻ ഒരു ടൈമും കൂടെ പിന്നെ എടുക്കാനുള്ള ആ 4 ഓവറിൽ ഇല്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് പ്രശ്നം പറ്റിയത്. കറക്റ്റ് ടൈമിൽ ആ വിക്കറ്റ് പോയത് RCBയെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായി. അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു പ്രശ്നമായി. ആ ഒരു ഫുൾ ടോസ് വെൽബി ആവുമെന്ന് പറഞ്ഞാൽ അൺലക്കി എന്ന് തന്നെ പറഞ്ഞത്, അത് കണക്ട് ചെയ്യാൻ പറ്റാ. അതെ അത് ഈ പറയുന്നത് RCB ബോളേഴ്സ് ആയതുകൊണ്ടും RCBയോട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടും ആണ് നമ്മൾ വലിയ രീതിയിലൊരു അപ്രിസിയേഷനിലേക്ക് പോകത്തത്. കാരണം ദേ ആർ കൺസിസ്റ്റൻ്റ്ലി ഡൂയിങ് ദ സെയിം ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഗെയിംസ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അവിടെ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ചെറുതായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. ഇത്ര മോശമായിട്ട് കളിച്ചിട്ട് പോലും അവർ 200 അടിച്ചു, 20 ഓവർ 200 അടിച്ചു. അപ്പോൾ ഒരു ബാറ്റ്സ്മാനിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ ഓർഡറിൽ അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് കളിച്ചിരുന്നെങ്കിൽ റിസൾട്ട്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, റസീഖ് താർ, റൊമാരിയോ ഷെപ്പേർഡ് നന്നായിട്ട് എറിഞ്ഞു. അതേപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ, ഒരു വിക്കറ്റ് എടുത്തു. സുയാശിഷ് ശർമ്മ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരുന്നു. അവിടെ സ്പിന്നേഴ്സ് എക്സ്പെൻസീവ് ആകും, അത് അവിടെ സ്പിന്നേഴ്സ് അടി കിട്ടും, അത് ഉറപ്പുള്ള കാര്യം. അവിടുത്തെ ആവറേജ് ഞാൻ പറഞ്ഞു കറക്റ്റ് 12 ആയിട്ട് നമ്പർ സംതിങ്. കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഇവര്. അതെ പവർ പ്ലേയിൽ ഭുവനേശ്വർ കുമാർ നല്ല രീതിയിൽ എറിഞ്ഞപ്പോഴത്തേക്ക് ഹേസൽവുഡ് ഒന്ന് ചെറിച്ച് ഒരു ബിറ്റ് എക്സ്പെൻസീവ് ആയപ്പോഴത്തേക്ക് ഡെത്ത് ഓവറിൽ വന്നിട്ട് ഈ ഹേസൽവുഡ് ഒന്ന് നെയിൽ ചെയ്ത യോർക്കേഴ്സ്, പിൻ നേരെ പോയിന്റ് തിരിഞ്ഞു. യോർക്കേഴ്സ് എങ്ങനെ എങ്ങനെ അതായത് അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് പഞ്ചാബിനുണ്ടെങ്കിൽ അവിടെ അവരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള 2 യോർക്കേഴ്സ് ആ മൊമസായി ഒക്കെ ബാറ്റ് ചെയ്ത സമയത്ത് മൊമസായി ഒരെണ്ണം അടിച്ചതാണ്. അപ്പൊ അങ്ങനെ അടിക്കാൻ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാനെ 2 എണ്ണം ഇങ്ങനെ പടപടയെന്ന് വെച്ച് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ വല്ല അടിക്കാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് അങ്ങ് പോവാണ്. അവിടെ നശിപ്പിച്ചു കളഞ്ഞു ശരിക്കും അവരെ, പഞ്ചാബിനെ. എന്തെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ ഹേസൽവുഡ് അവിടെ തീർത്ത് കളഞ്ഞു. അതാണ് ആ ഒരു ബോളിങ്ങിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. RCBയുടെ ഈ ഒരു ടീമിനെ പിടിച്ചു കെട്ടാൻ ഇനി വലിയ ബുദ്ധിമുട്ടേണ്ടി വരും മറ്റു ടീമുകൾക്ക്. വീണ്ടും ഒരു ഇടയ്ക്കൊന്ന് ഡൗൺ ആയ ഇപ്പം വീണ്ടും പഴയ ആ ഒരു ഋതത്തിലേക്ക് RCB കയറി വരികയാണ്. എന്നെ സംബന്ധിച്ച് ആ ഒരു പ്ലേയിങ് 11-ലുള്ളൊരു ഇത് മാത്രമേ ഇതുള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. ജിതേഷ് ശർമ്മ, ബത്തൽ, പിന്നെ ഈ ഒരു കൺഫ്യൂഷൻ, ഇത് മാത്രമേ ഉള്ളൂ. RCB എല്ലാം സെറ്റാണ് ബാക്കി. ഇപ്പോൾ സുഖമായിട്ട് തന്നെ ടോപ്പ് 2 ഫിനിഷ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇനി അടുത്ത കളി SRH തോറ്റാൽ പോലും പിന്നെ ഇനിയും ഈ 18 പോയിന്റിലേക്ക് എത്തുന്ന ടീമുകളുടെ എണ്ണം ഭയങ്കര കുറവായിരിക്കാനാണ് സാധ്യത. മോസ്റ്റ് പ്രോബബ്ലി 1 or 2. അടുത്ത കളി ജയിച്ചാൽ 1, ഇല്ലെന്നുണ്ടെങ്കിൽ 2 എന്നുള്ള രീതിയിൽ. നെറ്റ് റൺ റേറ്റ് ഇവർക്ക് ഭയങ്കര ബൂസ്റ്റാണ്. 1.065 ആണ് ഇപ്പോൾ ഇത്രയും കളി 13 കളി കളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു ബൂസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ദേ ആർ ക്വൈറ്റ് സേഫ് ഇൻ 1 or 2. പഞ്ചാബിനെ ഒക്കെ സംബന്ധിച്ച് നേരെ തിരിഞ്ഞു. അവരുടെ പ്രോബബിലിറ്റി ക്വാളിഫൈ ആവുന്നുള്ളത് ഇനി 25% താഴെയാണ്. ബാക്കിയുള്ള കളികളിലൂടെ കണ്ടിട്ട് ആണ് ഇനി പഞ്ചാബിൻ്റെ കയ്യിൽ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അവസാനത്തെ കളി പിന്നെ കമ്പാരറ്റീവ്ലി LSU ആയിട്ടാണ്. LSU ഇപ്പം റീസെൻ്റ്ലി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ടീമുമാണ്. അതെ അതെ. ആ അപ്പം കണ്ടു ഷെഡ്ജ് തന്നെ അറിയാം. വന്നിട്ട് അടിച്ച ആ ഒരു ഇന്റന്റ് പോലും ഇവരുടെ ടോപ്പ് ഓർഡറിന് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ ശ്രേയസ് അയ്യർ ഇനി എത്ര എക്സ്ക്യൂസ് പറഞ്ഞാലും ഇത്രയും മാച്ചസ് ഒരുമിച്ച് കളിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രേയസ് അയ്യർ അവരുടെ പില്ലറാണ്. ശ്രേയസ് അയ്യർ കളിച്ചില്ലെങ്കിൽ പിന്നെ യങ്സ്റ്റേഴ്സ് എങ്ങനെ കളിക്കണം? അപ്പോൾ ഇന്നും ആ ഒരു രീതിയിൽ പരാജയപ്പെട്ടെങ്കിൽ പിന്നെ അവർ ഡിസർവ് ചെയ്യുന്നില്ല. അടുത്ത മാച്ചും കൊണ്ട് ജയിച്ചിട്ട് എന്ത് ചെയ്യാനാ? വേറെ ആരെങ്കിലുമൊക്കെ തോറ്റ് റൺ റേറ്റിന്റെ പുറത്ത് കയറിയിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു ബോളിംഗ് ലൈനപ്പ്, ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡും പിന്നെ ഈ ഒരു ഫോമൊക്കെ വെച്ചിട്ട് മുകളിലോട്ട് ചെന്നിട്ട് ഒരു നല്ല രീതിയിൽ ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഇവർ കയറി തോറ്റത് കൊണ്ട് വരുന്നുണ്ടെങ്കിൽ രാജസ്ഥാന്, ഭാഗ്യം. CSK, KKR, DC 8ാമത് നിൽക്കുന്ന ടീമിന് വരെ ഇത് ഫേവറായി എന്നുള്ളതാണ്. അവരുടെ ചാൻസസ് ബൂസ്റ്റായി തീർച്ചയായിട്ടും പെട്ടെന്ന് ടേബിള് വീണ്ടും ഉഷാറായി. വീണ്ടും സാധ്യതകൾ, അല്ലെങ്കിൽ ഇന്നിപ്പം വൈഡ് ഈ ഓപ്പണായി. പഞ്ചാബ് വെച്ചിരുന്ന 1-2 ടീമുകളുടെ സാധ്യത മങ്ങിയേനെ. KKRന്റെയും ഒക്കെ DC-യുടെ ഒക്കെ തീർച്ചയായിട്ടും മങ്ങിയേനെ, പൂർണ്ണമായിട്ടില്ലാതായി. അപ്പോൾ അത് മാറി കിട്ടി. സോ അതാണ് RCB. മെയിനായിട്ടുള്ള എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ പോയിന്റ്സ്? ഇല്ല, ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ അത് തന്നെയാണ് RCBയുടെ ഇനി നമ്മൾ ഡിസ്കഷൻ പോയിന്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എഴുതേണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. ഇപ്പോൾ വെങ്കടേഷ് അയ്യർ ഇന്ന് പെർഫോം ചെയ്തു.
അപ്പോൾ അടുത്ത മാച്ചിൽ വെങ്കടേഷ് അയ്യർ ടീമിൽ ഉണ്ടാവാന്നുണ്ടെങ്കിൽ ഷെപ്പേർഡിനെ ഒഴിവാക്കി. ഇന്ന് അവർ ഷെപ്പേർഡിനെ ഒഴിവാക്കിയില്ല, അതിന് പകരം നമ്മുടെ ജേക്കബ് ഡഫി ഒഴിവാക്കിയിട്ട് ഷെപ്പേർഡിനെ കളിപ്പിച്ചിരുന്നു. സോ ഷെപ്പേർഡ് പുറത്ത് പോയിട്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നല്ലതാവുക. ഒരു ഫിനിഷറിനെ മിസ് ചെയ്യുകയോ ഡേവിഡ് പെട്ടെന്ന് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജിതേഷ് ശർമ്മ ഫോമിലല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മാച്ച്, ഒരു 16 ബോൾ 50 ഒരു റൺ, ഒരു സെനാരിയോ പറയുകയാണ്, ഒരു സാധ്യത 16 ബോൾ 50 വേണ്ട ഒരു സാഹചര്യത്തിൽ അത് അടിച്ചെടുക്കാൻ വെങ്കടേഷ് അയ്യറിന് പറ്റുമോ അതോ റൊമാരി ഷെപ്പേർഡിന് പറ്റുമോ എന്നുള്ളതാണ്. അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇതൊരു ഡിസ്കഷനായിട്ട് എടുക്കുക. ഇത് എല്ലാവർക്കും ഒപ്പീനിയൻസ് ഉണ്ട്. അരുൺ ബ്രോയുടെ ഒപ്പീനിയൻ ഉണ്ട്, എനിക്ക് എൻ്റെ ഒപ്പീനിയൻ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ പെർസ്പെക്റ്റീവ്സ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ഒരാൾ പറയുന്നത് ശരി മറ്റൊരാൾ പറയുന്നത് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ അജണ്ടയല്ല. അജണ്ടയല്ല. ഇറ്റ്സ് ഓൾ ഡിസ്കഷൻ. അങ്ങനെയാണ് ക്രിക്കറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനും അരുൺ റോയ് തമ്മിൽ പരിചയപ്പെടുന്നത് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. സോ ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കഷനാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ ഞാനും അരുൺ റോയും ഒത്തുകൂടുന്നതിന് വരെ